ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 17 റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പണിപ്പുര ടാസ്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. കുറച്ച് ട്വിസ്റ്റൊക്കെ ഇവിടെ ബിഗ് ബോസ് കൊണ്ടുവന്ന് നല്ല നല്ല കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അനീഷാണ് കുറച്ച് തിളങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലുള്ള ക്ലാഷസ്, ആസ് യൂഷ്വൽ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് മെയിൻലി ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ അനീഷിൻ്റെ ഒരു അടി മസ്റ്റാണല്ലോ. അപ്പം രാവിലെ തന്നെ അനീഷ് ആര്യൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഷാനവാസൊക്കെ ആണെങ്കിൽ മറ്റേ വാഷ്റൂമിൻ്റെ ടീം, എന്നിട്ട് ഷാനവാസ് അതൊന്നും വൃത്തിയാക്കി അവിടെ ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല, വാഷ്റൂമിൻ്റെ ഏരിയ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അവിടെ നിറയെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നെ ഷാനവാസും സരികയും ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല, അത് ഒനിയിലാണ് ലാസ്റ്റ് അവിടെ നിന്നിട്ട് കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേയധികം അല്ലാതെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റാണ് ഉള്ളത്. പക്ഷേ നമ്മൾ കാണിക്കുമ്പോൾ ഒരു ബക്കറ്റ് നിറയെ വേസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒനിലിൻ്റെ മാത്രമാണ് അത്ര വേസ്റ്റ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അനീഷ് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരാൻ നോക്കുമ്പോൾ ഷാനവാസ് അത് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് വരുന്നു. പുള്ളിക്കാരനെ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ സരിക എടുത്ത് സംസാരിക്കുന്ന പോലെ നിൽക്കുന്നത്. എന്നിട്ട് വീണ്ടും ഡൈവേർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ വീണ്ടും അനീഷ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പം ഷാനവാസ് അതിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ അത് നൈസായിട്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ പാട്ടാണ്. അക്ബർ മറ്റേ നമ്മുടെ ശാരികയുണ്ടല്ലോ, ശാരികയാണെന്നുണ്ടെങ്കിൽ പറ്റിപ്പാടുന്ന വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ശാരികയെ കളിയാക്കി പാട്ട് പാടുന്ന നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ അനു ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലോ മറ്റേ അതിൻ്റെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഷൈത്തിയും അക്ബറൊക്കെ അവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട് അനുവിനോട് താഴെ ഇറങ്ങി കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, എൻ്റെ മുകളിൽ ഇരിക്കുന്നത് ശരിയല്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൃത്തിയല്ല. അന്നേരം അനു ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്, അപ്പം നിനക്ക് ഹൈജീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട്, നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം പോലും ഒഴിക്കാൻ വയ്യാത്തവരാ ഹൈജീനെ പറ്റി പറയുന്നത്. അപ്പോഴത്തേന് അക്ബറിന് ഭയങ്കര ദേഷ്യമായി. അക്ബർ വീണ്ടും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അനുവിൻ്റെ അടുത്ത് പോകുന്നു. എല്ലാവരും കൂടെ കൂട്ടമായിട്ടുള്ള ദേഷ്യപ്പെടൽ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂമിലാണെങ്കിൽ ബിഗ് ബോസ് എല്ലാവരും വിളിക്കുന്നു, നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടേ, ഫുഡ് വേണ്ടേ, ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ, ഇന്നും തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള അടുത്ത ടാസ്ക്, അതായത് നമ്മുടെ പണിപ്പുര ടാസ്കിൻ്റെ അടുത്ത ടാസ്ക്, അതായത് വിജയിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 750 പോയിന്റ് കിട്ടും. അപ്പം ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വീടിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ചർച്ച ചെയ്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയും. അങ്ങനെ മിക്കവാറും എല്ലാവരും കൈവെക്കുന്നുണ്ട്. താല്പര്യമില്ല എന്ന് പറയുന്നത് അക്ബർ, അഭിലാഷ്, ആര്യൻ എന്നൊരു പറയും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചിട്ടിട്ടെടുക്കുന്നു, താല്പര്യമുള്ളവരെ വെച്ചിട്ട് ചിറ്റിട്ട് അങ്ങനെ ആദില നൂറേനെ സെലക്ട് ചെയ്യുന്നു. ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്നൊക്കെ ബി പറയുന്നുണ്ട്. എന്നിട്ട് ആദില നൂറയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ടാസ്ക് എന്ന് പറയുന്നത് ആദില നൂറെ ആക്ടിവിറ്റി ഏരിയ കൊണ്ടുവന്നു. 4 കാർഡ് ഇവിടെ ഇങ്ങനെ പൊടിയെത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓരോ കാർഡ് എടുത്ത് വായിക്കാൻ. അപ്പോൾ ഫസ്റ്റ് കാർഡ് വായിക്കുന്നു, നിങ്ങൾ റെഡി ആണോ എന്നാണ് ആ കാർഡിൽ. സെക്കൻഡ് കാർഡ് എടുത്ത് വായിക്കുമ്പോൾ ഫാമിലി വീക്ക് വരാൻ പോകുന്നു, നിങ്ങൾ കാത്തിരിക്കുക എന്നൊക്കെ മീൻസ് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തേർഡ് കാർഡ് എടുത്തിട്ട് പറയുന്നു ഫാമിലി വീക്കിന് വരാൻ വേണ്ടി കാത്തിരിക്കുക, 3 ഫാമിലിയെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് 3 പേരെ സെലക്ട് ചെയ്യും. അപ്പം ഇവർ 3 പേരെ സെലക്ട് ചെയ്യും. അതിന് ശരത്തിൻ്റെ ഫാമിലി വരണമെന്ന് സെലക്ട് ചെയ്യും, രേണുവിൻ്റെ ഫാമിലി വരണമെന്ന് സെലക്ട് ചെയ്യും, റെനയുടെ ഫാമിലി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര ആദില നൂറയും നമ്മുടെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഇതാണല്ലോ, കുറച്ച് വൈകാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് ആൾക്കാർ ചെയ്യത്തുള്ളല്ലോ. അപ്പോൾ കുറേ പോയിന്റ് വേണ്ട, ഇത് മതി, വീട്ടുകാരെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള ഒരു ഇതിൽ അവർ 3 പേരുടെ പേര് പറയും. അപ്പം അന്നേരമാണെന്നുണ്ടെങ്കിൽ ഇവർ സെലക്ട് ചെയ്യും ലാസ്റ്റിലാണെങ്കിൽ. അതായത് ശരത്തിനെയൊക്കെ ആദ്യം പറഞ്ഞു, രേണുവിനെ പറഞ്ഞു, പിന്നെ ഈ റെന വേണോ സരിക വേണോ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ലാസ്റ്റിൽ അവർ തീരുമാനിക്കും റെന മതി, റെനയ്ക്ക് മറ്റേ എല്ലാവരും ഉണ്ടല്ലോ അവൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിഷമിക്കുന്ന കണ്ടു. ഇപ്പോൾ റെന മതി, റെനയുടെ ഫാമിലി കൊണ്ടുവരാമെന്ന് അങ്ങനെ ഒരു സെലക്ട് ചെയ്യുന്നു. അത് 4th കാർഡ് എടുക്കാൻ ബിഗ് ബോസ് പറയും. അപ്പോൾ അപ്പം അതിനകത്ത് പറയുന്നത് ഈ BB ഡിമാൻഡ്സ് 7 പണി എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര്. അപ്പോൾ 3 പേരെ ഫാമിലി വരണോ, അല്ലെന്നുണ്ടെങ്കിൽ അവർ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 750 പോയിന്റ് നഷ്ടപ്പെടും. അവർ വരണ്ട എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 250 പോയിന്റ് കിട്ടും. അപ്പോൾ ഇവർ സെലക്ട് ചെയ്ത് ഒബ്വിയസ്ലി എന്തായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്, ഫാമിലി വരണമെന്നല്ലേ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂം അവിടെ പോയി എല്ലാവരോടും ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പോയിന്റ് വേണോ ഫാമിലി വേണോ എന്നാൽ മതി. അപ്പോൾ എന്നിട്ട് എല്ലാവരും അപ്പോൾ അവിടുന്ന് ഫാമിലി മതി എന്നുള്ള നമ്മുടെ ആൾക്കാരാണല്ലോ, നന്മമരങ്ങളായത് കാരണം പോയിന്റ് 750 പോയിന്റ്, ഫുഡ് ഇല്ലെങ്കിലും ഇതില്ലെങ്കിലും കുഴപ്പമില്ല, 750 പോയിന്റ് പോയാലും കുഴപ്പമില്ല, ഫാമിലി വരട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടാസ്കിനെ പറ്റി. എന്നിട്ട് ഒരു സരികയുടെ കരയാൻ തോന്നുന്നത്, സരികയുടെ പേര് പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും മോനാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞതെന്ന് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് സരിക കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ടാസ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അബദ്ധം പറ്റിപ്പോയി,
ഈ എന്താ നമ്മുടെ ഫാമിലി വീക്ക് എന്ന് പറയുന്നത് 10-12 ആഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അന്ന് നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത 3 പേര് അവിടെ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് 750 പോയിന്റ് കളഞ്ഞതെന്ന് അവരടുത്ത് ചോദിക്കും. നിങ്ങൾ തികച്ചും തെറ്റായ തീരുമാനമാണെന്ന് ബിഗ് ബോസ് പറയും. അപ്പോൾ അങ്ങനെ അവർക്ക് 750 പോയിന്റ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പം ബിഗ് ബോസ് അവിടെ നിന്ന് ട്രിക്ക് ചെയ്തു. ഇവരോട് പറഞ്ഞില്ല. അവർ വിചാരിച്ചു അടുത്ത ദിവസം തന്നെ ഫാമിലിയെ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചു. ഇത് മറ്റേ ഏറ്റവും ലാസ്റ്റ് വീക്കൊക്കെ ആണല്ലോ സാധാരണ ഫാമിലി വീക്ക് വരുന്നത്. അപ്പോഴത്തേക്കുള്ള കാര്യമാണ് ബിഗ് ബോസ് ഇപ്പോഴേ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ 750 പോയിന്റ് കിട്ടിയില്ല. ഇനിയും എന്തായാലും നിങ്ങൾ ഈ ഒരു ടാസ്ക് ജയിച്ചില്ല. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഠിനമാണ്. 3 പേരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നതിനെ. അപ്പോൾ ഇവർ ഓരോരുത്തരെ 3 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ വന്നിട്ട് 3 പേരെ വീതം പറയും. അങ്ങനെ അതിൽ സെലക്ട് ആയത് ആര്യൻ, അനീഷ്, ജിസേൽ. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേടിയുണ്ടോ ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നത് പേടിയില്ല. ആരും പറയുന്നുണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷിനോട് പറയും അത് ഇവരുടെ മുന്നിൽ ഓരോ കാർഡ് വെച്ചിട്ടുണ്ട്. അനീഷിനോട് പറയും ആദ്യത്തെ കാർഡ് എടുക്കാൻ പറയും. ഒന്നാമത്തെ കാർഡ് എടുത്തു. ഇപ്പോൾ മുതൽ സീസണിന്റെ എൻഡ് വരെ മിണ്ടാതിരിക്കണം, സംസാരിക്കാൻ പാടില്ല എന്നാണ് ആദ്യത്തെ കാർഡിൽ. അന്നേരം മുതലും അനീഷ് വായടച്ച് പിന്നെ അനീഷ് തുറക്കത്തില്ല. ആര്യനോട് എന്നിട്ട് പറയുന്നു നിങ്ങൾ അടുത്ത കാർഡ് ഇടുക. അപ്പോൾ ആര്യൻ കാർഡ് എടുത്തു. നൽകിയിരിക്കുന്ന ജ്യൂസ് മുഴുവൻ കുടിക്കുക. ആര്യന് വന്നത്. അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ ഈ വായിക്കാനൊന്നും അത്രയും മലയാളം വായിക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അനീഷിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്ന് വായിച്ചു കൊടുക്കുക ആര്യൻ. പക്ഷേ അനീഷ് മിണ്ടത്തില്ല. അനീഷ് ടാസ്ക് ഇപ്പോൾ മുതൽ വായടച്ച് പിടിക്കുക എന്നാണല്ലോ പറഞ്ഞത്. കാരണം അനീഷ് അവിടെ നിന്ന് ഒരക്ഷരം എന്ന് പറഞ്ഞ ഒരക്ഷരം പിന്നെ വേണ്ടിയിട്ടില്ല. അപ്പം അന്നേരമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ബിഗ് ബോസ് തന്നെ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞു അനീഷെ വായിച്ചു കൊടുക്കുക. പക്ഷേ പിന്നെ ആരും തപ്പിത്തടഞ്ഞ് എന്തൊക്കെ വായിച്ച് പറഞ്ഞു നൽകിയിരിക്കുന്ന ജ്യൂസ് മുഴുവൻ കുടിക്കാമെന്ന് വായിച്ചു. എന്നിട്ട് അനീഷ് മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ശരി ബിഗ് ബോസ് പറയുന്നുണ്ട് വായിക്കുന്ന ആരെങ്കിലും മറ്റേ ഇവർ ലിവിംഗ് റൂമിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ടി വിക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇവരെല്ലാം ചിരിച്ച് പറയുന്നുണ്ട് ഇവരെ ഇത് അനീഷിൻ്റെ മിണ്ടാതിരിക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് വായിക്കാറിയാവുന്ന ആരെങ്കിലും ഇവരെ വന്ന് ഹെൽപ്പ് ചെയ്യാനേ, കാരണം ജിസേലിനും അറിയത്തില്ലല്ലോ മലയാളം. പിന്നെ അപ്പാനി പോകുന്നു. അപ്പാനി 2 പേരെയും വായിക്കുന്നു. ആര്യനെ വായിക്കുന്നു. ജിസേലിന് കിട്ടിയത് ഇപ്പോൾ തന്നെ തല മുണ്ടനം ചെയ്യാമെന്ന്. അത് കേട്ടപ്പോൾ ജിസേൽ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യത്തില്ല. അപ്പം ഇവരങ്ങോട്ട് എന്തുവാ ആര്യം പറയുന്നു. അപ്പം ജിസേൽ പറഞ്ഞു ആര്യ നീ നിനക്ക് ഓക്കെ അല്ലേ, ഞാൻ ജ്യൂസ് കുടിക്കാൻ നിനക്ക്. അപ്പോൾ ബിഗ് ബോസും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ടാസ്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം, കിട്ടിയവർക്ക് തന്നെ ചെയ്യണമെന്നില്ല, സ്വാപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ. പക്ഷേ ഡിസ്കസ് ചെയ്യാൻ അനീഷ് ഒരു വകയ്ക്ക് എടുക്കത്തില്ല. അനീഷിൻ്റെ അടഞ്ഞു പറ്റിക്കുക. അന്നേരം മുതൽ കിട്ടിയാണല്ലോ. അനീഷ് പിന്നെ സംസാരിക്കുന്നില്ല. പിന്നെ ബിഗ് ബോസ് വീണ്ടും ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അനീഷ് സംസാരിക്കുന്നില്ല. 1000 പോയിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ച് 3 പേര് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ 1000 പോയിന്റ് കിട്ടത്തുമില്ല. അപ്പം ജിസേൽ അനീഷിനോട് ചോദിക്കുന്നു നിങ്ങളുടെ മുടി ആരും പറയുന്നു ആര്യൻ്റെ ചെയ്യാൻ പറ്റത്തില്ല, ആര്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അല്ലേ ഞാൻ രൺബീർ കപൂർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഒരു ഞാൻ മുടി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് ആര്യം പറയുന്നുണ്ട്. ആര്യന് പിന്നെ എന്താ 1000 പോയിന്റിന് വേണ്ടി മുട്ട അടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അതൊരു ഷെയിമാണ് മറ്റേ എന്താ പറയുന്നത്. അപ്പോൾ അഭിലാഷ് അവിടെ ലിവിംഗ് റൂമിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതായത് അഭിലാഷിന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഇവരെപ്പോഴും ജിസയിലും ആര്യനെയാണല്ലോ വിടുന്നത്. അപ്പോൾ അതിൽ അഭിലാഷിന് ദേഷ്യമുണ്ട്, അഭിലാഷിന് കളിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങളാണെങ്കിൽ സെലക്ട് ചെയ്ത് വിട്ടവരൊക്കെ തന്നെ എന്തോ ഇത് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് അവിടെ കിടന്ന് ലിവിംഗ് റൂമിൽ നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് ടാലൻ്റ് ഉണ്ട് എന്നിട്ട് എന്നെ വിട്ടില്ല എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുട്ടയടിക്കാനൊക്കെ റെഡിയാണ്. ഇത് കണ്ടോ ആര്യനാണെന്നുണ്ടെങ്കിൽ അതിന് പറയും ഞാൻ എന്തായാലും മുട്ടയടിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അഭിലാഷും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയും ലിവിംഗ് റൂമിൽ നിന്ന് ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരാൻ പറയും. എന്നിട്ട് ഇവരെല്ലാം കൂടെ വന്നിട്ട് ആര്യം ഭയങ്കര ഡയലോഗുകളാണല്ലോ. അപ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അന്നേരം അഭിലാഷൊക്കെ വന്നാൽ നീ മര്യാദയ്ക്ക് മുട്ടയടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ആദ്യം അക്ബർ ആര്യനെ സപ്പോർട്ട് ചെയ്ത പോലെ പറഞ്ഞു ആര്യം മുട്ടയടിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ ഇവൻ്റെ ആര്യൻ്റെ ഒരു ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പാന് പറയുന്നുണ്ട് ഞാൻ മുട്ടയടിക്കാം, നീ എനിക്ക് സ്വാപ്പ് ചെയ്യാൻ ബിഗ് ബോസ് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യൻ്റെ അടുത്ത് അപ്പാനി എന്നിട്ട് ഇങ്ങനെ മയത്തെ പറയുന്നത് നീ ഒരു ആക്ടറല്ലേ, നിൻ്റെ അടുത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി മുട്ടയടിക്കുന്നു പറഞ്ഞാൽ നീ മുട്ടയടിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയാണെന്നുണ്ടെങ്കിൽ കുറേ ചോദിക്കുന്നുണ്ട്. അവനെ കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ ഒരു സൈഡിൽ കൂടെ പോലും എടുത്തില്ല. അപ്പോൾ എന്നിട്ട് ഒരു വോട്ടെടുപ്പെന്ന് പോലെ ആര്യം ചോദിക്കുന്നു. അങ്ങനെ 8 പേര് സപ്പോർട്ട് ചെയ്യുന്നു മുടി എടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ അവർ ആ ടാസ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലിവിംഗ് റൂമിൽ എല്ലാവരും കൂടെ വരുന്നു. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ധൈര്യശാലികൾക്കൊക്കെ എന്തു പറ്റി,
മൂന്ന് പേരും പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ അനീഷ് ലാസ്റ്റ് വരെ ഇത് പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് വരെ അനീഷ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അനീഷ് നന്നായിട്ട് ഗെയിം കളിച്ചു. എന്നിട്ട് അനീഷിന് എന്തിൻ്റെ കാര്യം? ഇപ്പം ആര്യനും ജിസയിലും ഭയങ്കര ഫ്രണ്ട്സാണ്. എന്നിട്ട് പോലും ആര്യനും മുടി മുറിക്കാൻ പറ്റത്തില്ല, അല്ലെ ജിസയിലിനും മുടി മുറിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഇവർക്കെല്ലാം ദേഷ്യമുള്ള അനീഷ് എന്തിനു വേണം അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? അപ്പം ആ പോയിന്റ് അവർക്ക് നഷ്ടമായി, 1000 പോയിന്റ് നഷ്ടമായി. റിമൈനിങ് 250 പോയിന്റും കൂടെ ഉള്ളൂ. പിന്നെ അപ്പാനിയും അക്ബറും അനീഷും കൂടെ, അനീഷ് പിന്നെ ഇത് ഈ ബിഗ് ബോസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അപ്പാനിയും അനീഷും അക്ബറും കൂടെ അനീഷിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം. നീ ആണെന്നുണ്ടെങ്കിൽ ടാസ്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഡിസ്കസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയോ അനീഷിൻ്റെ അടുത്ത് കിടന്ന് ഭയങ്കരമായിട്ടും ഷൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അനീഷിൻ്റെ കളി ഗെയിം കറക്റ്റായിട്ട് കളിച്ചു. ഇവർക്ക് പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത് അനീഷ് മുടി മുറിക്കണമെന്ന്? അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആരും ചെയ്യത്തില്ല, പിന്നെ അനീഷ് ചെയ്യണമെന്ന് നിർബന്ധം. അപ്പോൾ ലാസ്റ്റിൽ അക്ബർ ദേഷ്യപ്പെട്ടിട്ട് തലേണയൊക്കെ എടുത്തറിയുന്നത് അത് ഭയങ്കര ഒരു മോശമായിട്ടൊരു കാര്യമാണ്. ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അഗ്രസീവായിട്ടാണ് അക്ബർ അതറിയുന്നത്. അനീഷായിട്ടാണ് അത് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തൊട്ടാലും പിടിച്ചാലും നമുക്ക് മറ്റേ അസോൾട്ട് പറയുന്നത്. പക്ഷേ അവരതൊന്നും പറഞ്ഞിട്ടില്ല, അനീഷൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അനീഷ് അപ്പം അനീഷിൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആര്യൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞായിരുന്നു, പിന്നെ ഈ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത്, ആ നിമിഷം മുതൽ. അപ്പം ആര്യൻ ഓൾറെഡി സംസാരിച്ചു. അപ്പം അങ്ങനെ എന്താ ബിഗ് ബോസ് പല ട്രിക്കുകളും പ്രയോഗിക്കും. അപ്പോൾ അതിൽ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അന്നേരം തൊട്ട് മിണ്ടാതിരുന്നു. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് അത് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനും ജിസയിലും കൂടെ ഇവിടെ ആ ഒരു ടാസ്കിനെ പറ്റി ഈ ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒരു ആൽഫ മെയിൽ. പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ല ആൽഫ മെയിലാണ്. ഞാൻ ഇന്നലത്തെ എന്തോ ഒരു ലൈവിനകത്തിൽ ഇതുപോലെ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഭയങ്കര ആൽഫ മെയിലുകളാണ്. അക്ബറിനെ പറ്റി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ ആര്യനെ എനിക്ക് അറിഞ്ഞൂട്ട്. ഇവർക്കെല്ലാം നമ്മളെ ജലസാണ്, എല്ലാ കാര്യത്തിനും നമ്മളെ വിടുന്നതുകൊണ്ട് ഇവർക്കെല്ലാം ജലസാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പാനിയും ആര്യനും കൂടെ സംസാരിക്കുന്നു. മട്ടടിക്കുന്നതായിട്ട് ഞാൻ സെൽഫിഷാണ് ഇവിടെ എല്ലാവരും. നീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുകാരെ വേണമെന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്ക് 750 പോയിന്റ് വേണ്ട, 750 പോയിന്റ് മതി, ഫാമിലി കാണണ്ടെന്ന് പറയാൻ ഞാൻ എന്താ? അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ സെൽഫിഷ് അല്ലേ? അതായത് മുമ്പിലത്തെ ടാസ്കിനെ പറ്റിയാണ് പറയുന്നത്, അതിലനൂറ പോയ ടാസ്കിനെ പറ്റി. അപ്പം അന്നേരം അപ്പാന് പറയുന്നത് നിനക്ക് വേറെ ഒന്നുമില്ല, അഭിലാഷിൻ്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണമായിരുന്നു. അവൻ അവിടെ അത്രയും സംസാരിക്കുന്നിടത്ത് അഭിലാഷിൻ്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവൻ പറയും എനിക്ക് ആരുടെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണം, ഞാൻ നേരത്തേക്ക് തെളിയിക്കാൻ പോയിട്ട് എൻ്റെ മുടി കളഞ്ഞിട്ട് എൻ്റെ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അപ്പാനി അക്ബറും കൂടെ ഈ ആര്യനെ പറ്റി സംസാരിക്കുന്ന അവൻ്റെ സംസാരമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആര്യനും അനുവും കൂടെ നമ്മുടെ കിച്ചണിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ അവരുടെ എന്തൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആരും കളിയാക്കി എന്നോട് പറഞ്ഞു നമുക്ക് ജിസേലിനെ വിളിക്കാം, ജിസേൽ ഇന്ന് ഭയങ്കര ഡൗൺ ആണ്, മറ്റേ ഗെയിമിൽ ഇത് ചെയ്തില്ല, അപ്പോൾ അത് ഡൗൺ ആണ്. അന്നേരം പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും മുട്ട അടിച്ചതിന് വരുന്ന പിന്നെ ഇപ്പം അനുമോള് ചെയ്യും. അപ്പോൾ 5000 പോയിന്റ് അന്നേരം ആരും പറയുന്നുണ്ട് ഞാൻ ഒരു 5000 പോയിൻ്റൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും ചെയ്തതിന് വേണ്ടി 1000 പോയിന്റിന് വേണ്ടി ആരെ പോയി മുട്ട അടിക്കുന്നത്? അപ്പോൾ അനു പറയുന്നുണ്ട് നീ ഭയങ്കര ഓവറായിരുന്നു, എന്താ അവിടെ സംസാരിച്ചതൊക്കെ ഓവറായിരുന്നു, അല്ലാതെ മുട്ടടിക്കുന്നതിൻ്റെ അല്ല, നീ അവിടുത്തെ സംസാരം ഓവറായത് കാരണം ഇത്ര ആൾക്കാർക്ക് ദേഷ്യം വന്നത്. അപ്പോൾ അന്നേരം ആരും പറയും ഞാൻ ഓവറാണെങ്കിലും എന്നെ കൊണ്ട് മുടിയില്ല. അപ്പോൾ നെവിൻ അവിടെയൊക്കെ വരുന്നുണ്ട്. നെവിൻ വന്നു കഴിയുമ്പോഴത്തെ അനുമോളെ ഭയങ്കര ഓവറാക്ട് ചെയ്ത് ആര്യൻ്റെ കയ്യിലൊക്കെ പറഞ്ഞിട്ട് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലാസ്യ ഭാവത്തിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെവിൻ അതുപോലെ ആക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് നെവിനാണെങ്കിൽ രേണുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ രേണുവിൻ്റെ മോന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അഭിലാഷും ഒനീലിൻ്റെയും കൂടെ ഒരു സംസാരം, ആര്യനിട്ട് ഞാൻ പണി കൊടുക്കാതിരിക്കുവാണെന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ ഒനീൽ പറയുന്നുണ്ട് അപ്പാനിക്കും ഞാൻ നാളെ പണി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താവോ എന്തോ. പിന്നെ ഒനീലും ജിസയിലും എന്തോ ആര്യൻ്റെ ഷോ ഓഫിനെ പറ്റി സംസാരിക്കുന്നത്, അവൻ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ ഒനീൽ പറയുന്നുണ്ട്. അവൻ ഭയങ്കര വല്ലാത്ത രീതിയിലാണ് അവിടെ സംസാരമൊക്കെ നടത്തിയെന്നൊക്കെ ഒനീൽ പറയുന്നുണ്ട്. ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബിന്നിയും ആദിലാനൂറൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അവർ മറ്റേ അനീഷിൻ്റെ ഗെയിമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബിന്നി അത് കറക്റ്റായിട്ട് പറഞ്ഞു, അനീഷ് കറക്റ്റ് ഗെയിമാണ് ചെയ്തത്, പുള്ളി മൈൻഡ് ഗെയിമറാണെന്ന് അപ്പോൾ ആദിലാനൂറയും പറയുന്നുണ്ട്. അപ്പം അതായത് പുള്ളിയോട് പറഞ്ഞ് മിണ്ടായിരിക്കും, കാരണം ആ സെക്കൻഡ് മുതൽ പുള്ളി മിണ്ടിയിട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് പുള്ളി ഗെയിം കളിച്ചതെന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറും ആര്യനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ കാണിച്ചുകൊണ്ടാണ് മെയിൻ എപ്പിസോഡ് തീർത്തത്. അതായത് വല്ലാത്ത വർത്തമാനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത വർത്തമാനമാണ്, ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, നീ ഭയങ്കര ഓവറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട്. അപ്പം ആര്യൻ്റെ ഭാഗമൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മെയിൻ എപ്പിസോഡ് തീർന്നത്. സോ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഫുൾ എപ്പിസോഡിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ അടുത്ത ദിവസത്തെ റിവ്യൂ വരുമ്പോഴും നോട്ടിഫിക്കേഷനൊക്കെ വരത്തേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.